+1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലെ ബൈനോമിയൽ തിയറം എന്ന ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണിത്. അതുകൊണ്ട് ഈ ചാപ്റ്റർ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ബൈനോമിയൽ തിയറം എന്ന ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള a+b² a+b³ ഇതിന്റെ എക്സ്പാൻഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് നേരിട്ട് ചാപ്റ്ററിലേക്ക് കടക്കാം. a+b² അല്ലെങ്കിൽ x⁻⁴ നമുക്കറിയാം x⁻⁴ വാല്യൂ 1 ആണ്. അപ്പോൾ a+b² എന്ന് പറഞ്ഞാൽ വാല്യൂ ഈസ് 1. സെക്കൻഡ് വൺ a+b⁴ a+b⁴ എന്ന് പറഞ്ഞാൽ a+b തന്നെയാണ്. x⁻⁴ എന്ന് പറഞ്ഞാൽ x തന്നെയാണ്. അപ്പോൾ a+b⁴ എന്ന് പറഞ്ഞാൽ a+b തന്നെയാണ്. a+b² നമുക്കറിയാവുന്നതാണ് a² + 2ab + b². a+b³ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. a³ + 3a²b + 3ab² + b³. Now a+b⁴ അതിന്റെ എക്സ്പാൻഷൻ നമുക്ക് അറിയില്ല. അതുകൊണ്ട് a+b⁴ into a+b എന്ന് എഴുതാം. a+b⁴ into a+b എന്ന് പറയുമ്പോൾ ഇതിന്റെ പവേഴ്സ് ഇൻഡെക്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 3 + 1 4 കിട്ടും. അപ്പോൾ a+b⁴ നെ a+b⁴ into a+b എന്ന് എഴുതാം. a+b⁴ യുടെ എക്സ്പാൻഷൻ നമുക്കറിയാം a³ + 3a²b + 3ab² + b³ ആണെന്നറിയാം. അതേ ഇൻറ്റു a+b. Therefore the result is a⁴ + 4a³ b + 6a²b² + 4ab³ + b⁴ എന്ന് കിട്ടും. ഇനി ഈ എക്സ്പാൻഷൻസ് വെച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കണം. നോക്കാം. a+b⁴ ആയിരുന്നപ്പോൾ, അതായത് ഇവിടുത്തെ ഇൻഡെക്സ് 0 ആയിരുന്നപ്പോൾ, ഇതിനെ നമ്മൾ പറയുന്നത് ഇൻഡെക്സ് എന്നാണ്. ഇൻഡെക്സ് 0 ആയിരുന്നപ്പോൾ ഇവിടെ ഒരു ടേം വന്നു. ഇവിടെ ഇൻഡെക്സ് 1 വന്നപ്പോൾ എക്സ്പാൻഷനിൽ 2 ടേം വന്നു. ഇവിടെ ഇൻഡെക്സ് 2 എന്ന് വന്നപ്പോൾ എക്സ്പാൻഷനിൽ 3 ടേം വന്നു. ഒന്ന് a², സെക്കൻഡ് ടേം 2ab, തേർഡ് ടേം b². ഇനി a+b⁴ that is index is 3. ഇൻഡെക്സ് 3 ആയപ്പോൾ എക്സ്പാൻഷനകത്ത് അതിനേക്കാൾ ഒന്നുകൂടെ അധികമായിട്ടുള്ള ടേംസ് ആണ് വരുന്നത്. അതായത് 4 ടേംസ് വരുന്നുണ്ട്. a³ + 3a²b + 3ab² + b³ 4 ടേം വന്നു. അതുപോലെ a+b⁴ ആണ്. ഇൻഡെക്സ് 4 വന്നപ്പോൾ എക്സ്പാൻഷൻ ഉള്ള ടേമിൽ എത്ര ടേം വന്നു നോക്കുക. എക്സ്പാൻഷൻ ചെയ്ത് കഴിയുമ്പോൾ 5 ടേം വന്നു. 1 2 3 4 5. അങ്ങനെയാണെങ്കിൽ a+b⁴ ആണെങ്കിൽ ഇൻഡെക്സ് 5 ആകുമ്പോൾ എക്സ്പാൻഡ് ചെയ്ത എത്ര ടേം ഉണ്ടാകും? 6 ടേം ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇൻഡെക്സിനനുസരിച്ചാണ് ടേംസിന്റെ എണ്ണം കൂടുന്നത്. എപ്പോഴും ഇൻഡെക്സിനേക്കാൾ 1 കൂടുതലായിരിക്കും നമ്പർ ഓഫ് ടേംസ് വരുന്നത്. ഇനി വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാം. a+b⁴ അതിന്റെ എക്സ്പാൻഷൻ നോക്കുക. a² + 2ab + b². ഇവിടെ നോക്കുക. a² ആദ്യം വന്നിരിക്കുന്നത്. ഇവിടെ ഇൻഡെക്സ് 2 ആയതുകൊണ്ട് ഫസ്റ്റ് ടേം a² എന്നാണ് വന്നിരിക്കുന്നത്. അടുത്ത ടേമിലേക്ക് വന്നപ്പോൾ എയുടെ പവർ ഒന്ന് കുറഞ്ഞു, a⁻1. അടുത്തത് എയുടെ പവർ വീണ്ടും ഒന്ന് കുറഞ്ഞു, അതായത് a⁻0. a⁻0 എന്ന് ഇവിടെ എഴുതിയില്ല, കാര്യം a⁻0യുടെ വാല്യൂ 1 ആണ്. ഇനി നോക്കാം a². അപ്പോൾ ഇവിടെ ബിയുടെ ടേം ഇല്ല, ബിയുടെ പവർ ഇല്ല, ദാറ്റ് ഈസ് b⁻0 ആണ് അവിടെ. അടുത്ത ടേമിൽ വന്നപ്പോൾ b⁻1 വന്നു. അടുത്തത് ടേം വന്നപ്പോൾ b⁻2 വന്നു. അടുത്ത a+b⁴ നോക്കുക. ആദ്യത്തെ ടേം ഇവിടെ 3 ആയതുകൊണ്ട് ഇവിടെ എയുടെ പവർ 3 വന്നു, a³ വന്നു. അടുത്ത ടേമിലേക്ക് വന്നപ്പോൾ എയുടെ പവർ ഒന്ന് കുറഞ്ഞു, a² ആയി. അടുത്ത ടേമിലേക്ക് വന്നപ്പോൾ എയുടെ പവർ
വീണ്ടും ഒന്നുകൂടെ കുറഞ്ഞു, a ആയി. ലാസ്റ്റ് ടേം വന്നപ്പോൾ അത് a raised to 0 ആയി. a raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, അതുകൊണ്ടാണ് അവിടെ എഴുതാഞ്ഞത്. ഇനി നോക്കാം, എയുടെ പവർ കുറഞ്ഞു വരുന്ന അനുസരിച്ച് ബിയുടെ പവറിന് എന്ത് സംഭവിക്കുന്നു നോക്കാം. ഫസ്റ്റ് ടേമിൽ b raised to 0 ആണ്. b raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, അതുകൊണ്ടാണ് അവിടെ എഴുതാഞ്ഞത്. b raised to 1 ആയി. ഇവിടെ വരുമ്പോൾ b raised to 2 ആയി. അടുത്ത ടേമിലേക്ക് പോകുമ്പോൾ b raised to 3 ആയി. അപ്പോൾ ഈ രണ്ട് എക്സ്പാൻഷൻ വെച്ച് നമുക്ക് മനസ്സിലാക്കാം, എയുടെ പവർ കുറയുന്നതിനനുസരിച്ച് ബിയുടെ പവർ കൂടുന്നു. ഇവിടെ അങ്ങനെ തന്നെയാണ്, ഈ എക്സ്പാൻഷനിലും അങ്ങനെ തന്നെയാണ്. ഇനി ഇവിടെയും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് പോകാം. a plus b the whole raised to 4 ആയപ്പോൾ ആദ്യത്തെ ടേം a raised to 4, എയുടെ പവർ ഒന്ന് കുറയുന്നു, a cube ആകുന്നു. അടുത്ത ടേമിൽ a square ആകുന്നു. അടുത്ത ടേമിൽ a raised to 1 ആകുന്നു. ലാസ്റ്റ് ടേം വരുമ്പോൾ a raised to 0. a raised to 0 is 1. അപ്പോൾ ബിയുടെ പവർ നോക്കുക. ഫസ്റ്റ് ടേമിൽ b raised to 0 എന്നാണ്, ഇവിടെ b raised to 0 എന്ന് എഴുതാഞ്ഞത്. b raised to 0യുടെ വാല്യൂ 1 ആണ്. അടുത്ത b raised to 1, അടുത്ത ടേം b raised to 2, b raised to 3, b raised to 4. അപ്പോൾ ഈ എല്ലാ എക്സ്പാൻഷൻസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എയുടെ പവർ കുറയുന്നതിനനുസരിച്ച് ബിയുടെ പവർ കൂടിക്കൊണ്ടുവരിക. ഇനി നോക്കാം, ഫസ്റ്റ് ടേമിന്റെയും ലാസ്റ്റ് ടേമിന്റെയും പവേഴ്സ് എങ്ങനെയാ വരുന്നത് നോക്കാം. a plus b the whole square ആയപ്പോൾ എയുടെ പവർ a square ആയി. ലാസ്റ്റ് വന്നപ്പോൾ ബിയുടെ പവർ b square ആയി. a plus b the whole cube ആയപ്പോൾ എയുടെ പവർ a cube ആണ്. ലാസ്റ്റ് ടേം വന്നപ്പം b cube ആയി മാറി. ഇവിടെ a plus b the whole raised to 4 ആണ്. ഫസ്റ്റ് ടേമിൽ a raised to 4 ആണ്. ലാസ്റ്റ് ടേം വരുമ്പോൾ അത് b raised to 4 ആണ്. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം. എയുടെയും ബിയുടെയും കൂടെ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ എയുടെ പവർ 2, ബിയുടെ പവർ 0 ആണ്. 2 plus 0 2 തന്നെ. ഇവിടെ എയുടെയും ബിയുടെയും പവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എയുടെ പവർ 1, ബിയുടെ പവർ 1, 1 plus 1 2. ഇവിടെ ബിയുടെ പവർ 2, എയുടെ പവർ 0 ആണ്. അപ്പോൾ 2 plus 0 2 തന്നെയാണ്. അപ്പോൾ a plus b the whole square ആവുമ്പോൾ എയുടെയും ബിയുടെയും പവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എല്ലാ ടേമിലും സം എന്തായിട്ടേ വരൂ, 2 ആയിട്ടേ വരുള്ളൂ. ഇനി a plus b the whole cube നോക്കുക. എയുടെ പവർ ഇവിടെ 3 ആണ്. ഇവിടെ എയുടെയും ബിയുടെയും പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 2 plus 1 അത് 3 ആണ്. ഇവിടെ ഈ ടേമിൽ എയുടെയും ബിയുടെയും പവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എയുടെ 1ഉം ബിയുടെ 2ഉം, അപ്പോൾ 3 വരും. ഇവിടെ ബിയുടെ പവർ 3 വരും. അതുപോലെ തന്നെയാണ് a plus b the whole raised to 4ന്റെ കേസിൽ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിന്റെ ജനറലൈസേഷൻ ആണ് ഇനി പറഞ്ഞിരിക്കുന്നത്. In these expansions, we observe that the total number of terms in the expansion is 1 more than the index. ഇൻഡെക്സിനേക്കാൾ ഒന്ന് കൂടുതലായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്ന്. അത് നമ്മൾ പറഞ്ഞതാണ്. a plus b the whole square ആണെങ്കിൽ എക്സ്പാൻഷനിൽ ടേംസിൽ 3 ടേംസ് ഉണ്ടാകും. For example, in the expansion of a plus b the whole square, the number of terms is 3, whereas the index of a plus b the whole square is 2. a plus b the whole square ഈ 2നെയാണ് നമ്മൾ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 ആണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് 3 ആയിരിക്കും. ഇവിടെ 3 ആണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് 4 ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, the powers of first quantity a go on decreasing by 1, whereas the powers of second quantity, that is b, increase by 1 in successive terms. അതായത് എയുടെ പവേഴ്സ് കുറയുന്നതനുസരിച്ച്, ഒന്ന് വീതം കുറയുന്നതനുസരിച്ച് ബിയുടെ പവേഴ്സ് ഒന്ന് വീതം കൂടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, in each term of expansion, the sum of the indices of a and b is same and is equal to the index of a plus b. അതായത് a plus bയുടെ ഇൻഡെക്സ് a plus b the whole square ആണെങ്കിൽ ഇൻഡെക്സ് 2. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും പവേഴ്സ് തമ്മിൽ അല്ലെങ്കിൽ ഇൻഡെക്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴും 2 തന്നെയാണ് കിട്ടുന്നത്. ഇക്കാര്യങ്ങൾ ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്,
We now arrange the coefficient in these expansions as follows. ഈ തന്ന എക്സ്പാൻഷൻസിന്റെ എല്ലാം കോഎഫിഷ്യൻസിനെ മാത്രമാണ് നമ്മൾ ഇവിടെ പരിഗണിക്കുന്നത്. നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം കോഎഫിഷ്യൻസ് എങ്ങനെയായിരുന്നു. a plus b the whole raised to 1. ഇവിടെ a യുടെ കോഎഫിഷ്യന്റ് 1 ആണ്, b യുടെ കോഎഫിഷ്യന്റും 1 ആണ്. a plus b the whole square, a സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1, ab യുടെ കോഎഫിഷ്യന്റ് 2, b സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1. a plus b the whole cube ആണെങ്കിൽ a ക്യൂബിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 1, 3a square b ആയപ്പോൾ കോഎഫിഷ്യന്റ് 3, 3ab square ആയപ്പോൾ കോഎഫിഷ്യന്റ് 3, b cube ആയപ്പോൾ കോഎഫിഷ്യന്റ് 1. Now a plus b the whole raised to 4. First a raised to 4 ന്റെ കോഎഫിഷ്യന്റ് 1, 4a cube b, therefore the coefficient is 4. Next term 6a square b square, coefficient is 6. Next term 4ab cube, the coefficient is 4. The last term b raised to 4, coefficient is 1. അപ്പോൾ നോക്കുക, എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമിൻ്റെയും കോഎഫിഷ്യന്റ് 1 ആണ്. ഇവിടെ എയുടെ കോഎഫിഷ്യന്റ് 1, ബിയുടെ കോഎഫിഷ്യന്റ് 1. അവിടെ രണ്ട് ടേമേ ഉള്ളൂ, ഒന്ന് ഫസ്റ്റ് ടേമും ഒന്ന് ലാസ്റ്റ് ടേമും. ഹിയർ ദ ഫസ്റ്റ് ടേം ഓഫ് ഈസ് എ സ്ക്വയർ, the coefficient is 1. The last term is b square, the coefficient is 1. Here also the coefficient of a cube is 1, the coefficient of b cube is 1. That is a cube and b cube are the first and last term. Here also the coefficient of a raised to 4 is 1 and the coefficient of b raised to 4 is 1. അപ്പോൾ എല്ലാ ടേമിൻ്റെയും എക്സ്പാൻഷനിലെ ഫസ്റ്റ് ടേമിൻ്റെയും ലാസ്റ്റ് ടേമിൻ്റെയും കോഎഫിഷ്യന്റ് എപ്പോഴും 1 ആണ്. ഇനി ആ ഇടയ്ക്കുള്ള ടേംസിന്റെ റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നത്. നമുക്ക് ആ സ്ലൈഡ് ഒന്ന് നോക്കാം. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ആ സ്ലൈഡിൽ, അതിന്റെ കോഎഫിഷ്യൻസ് മാത്രം റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇൻഡെക്സ് 0 വരിക. ഇൻഡെക്സ് 0 വരുന്നത് a plus b the whole raised to 0, that is 1. ഒറ്റ ടേം 1 ആയതുകൊണ്ട് കോഎഫിഷ്യന്റ് ഈസ് 1. a plus b the whole raised to 1, then the index is 1. a plus b the whole raised to 1 എന്ന് പറയുമ്പോഴാണ് 1 ഇൻഡെക്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന്റെ എക്സ്പാൻഷൻ വരുന്ന a plus b ആണ്. അപ്പോൾ എയുടെ കോഎഫിഷ്യന്റ് 1, ബിയുടെ കോഎഫിഷ്യന്റ് 1. അടുത്ത എക്സ്പാൻഷൻ പരിഗണിക്കുന്നത് a plus b the whole square ആണ്. അപ്പോൾ ഇൻഡെക്സ് 2, അതിന്റെ എക്സ്പാൻഷന്റെ കോഎഫിഷ്യന്റ് വരുന്ന ആദ്യത്തെ ടേമിന്റെ 1 a സ്ക്വയർ, സെക്കൻഡ് ടേമിന്റെ 2ab, അപ്പോൾ കോഎഫിഷ്യന്റ് 2, തേർഡ് ടേം b സ്ക്വയർ, therefore the coefficient is 1. Now a plus b the whole cube ആകുമ്പോൾ 3 is the index. അതിന്റെ എക്സ്പാൻഷൻ പോകുന്നത് a cube plus 3a square b plus 3ab square plus b square എന്നാണ്. അപ്പോൾ a ക്യൂബിന്റെ കോഎഫിഷ്യന്റ് 1, 3a square b യുടെ കോഎഫിഷ്യന്റ് 3, 3ab സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 3, b ക്യൂബിന്റെ കോഎഫിഷ്യന്റ് 1. ഇനി ഇതിന്റെ റിലേഷൻ എന്താണ് വരുന്നതെന്ന് നോക്കുക. ഫസ്റ്റ് ടേം 1, എല്ലാത്തിന്റെയും ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും 1 ആണ്. ഫസ്റ്റ് ടേം 1, അടുത്തതിന്റെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും രണ്ട് ടേമേ ഉള്ളതുകൊണ്ട് അത് 1 തന്നെ വരും. ഇനി ഈ ടേമുകൾ എങ്ങനെ കിട്ടുന്നത് നോക്കുക. എല്ലാത്തിന്റെയും ഫസ്റ്റും ലാസ്റ്റും നമ്മൾ 1 കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കുള്ള കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് 1, രണ്ടാമത്തേനും ഇവിടെ 1 തന്നെ വരും. ഇവിടെ ഫസ്റ്റും ലാസ്റ്റും 1 കൊടുക്കുക. ഈ 2 കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ 1 + 1 ആണ് ഇവിടെ 2 ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ കോഎഫിഷ്യന്റ് തമ്മിൽ സം ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത എങ്ങനെയാണെന്ന് നോക്കുക. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേം 1 കൊടുക്കുക. ഇനി ഈ മിഡിൽ ടേംസ് കിട്ടുന്നത് 1 + 2, അത് 3 ഇവിടെ കൊടുത്തു. 2 + 1, ആ 3 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ a plus b the whole raised to 4 കൊടുക്കുകയാണെങ്കിൽ അതിന്റെ കോഎഫിഷ്യൻസ് എങ്ങനെ വരും? a plus b the whole raised to 4, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും 1 കൊടുക്കും. പിന്നെ അടുത്ത സെക്കൻഡ് ടേമിന്റെ കോഎഫിഷ്യന്റ് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. 3 + 1 4, അടുത്തത് 3 + 3 6 വരും. അടുത്ത ടേമിന്റെ കോഎഫിഷ്യന്റ് 3 + 1 4 വരും. ലാസ്റ്റ് ടേം വീണ്ടും 1 വരും. ഇതിനെ നമ്മൾ പറയുന്നത് പാസ്കൽസ് ലോ എന്നാണ്. അത് നിങ്ങൾ പേരൊന്നും ഓർത്തിരിക്കണമെന്നില്ല, ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി.
ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും 1 കൊടുക്കുക. ഇടയ്ക്കുള്ള ടേം കിട്ടാൻ വേണ്ടി ഇതാ അടുത്തതിൻ്റെ എക്സ്പാൻഷൻ്റെ കോഎഫിഷ്യൻറ്റ് കിട്ടാൻ വേണ്ടി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. 1 + 3 4, 3 + 3 6, 3 + 1 വീണ്ടും 4, ലാസ്റ്റ് ടേം 1. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. Now binomial theorem for any positive integers. ഇതിന്റെ പ്രൂഫ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അതിന്റെ പ്രൂഫിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഈ എക്സ്പാൻഷൻ ബൈനോമിയൽ തിയറം എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. അതിന്റെ എക്സ്പാൻഷനും ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. a + b the whole raised to n. ഇത് ഇതുപോലെ തന്നെ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ളതാണ്. ഇനി അങ്ങോട്ടുള്ള ഹയർ ക്ലാസ്സുകളിലും ഇത് ആവശ്യമുള്ളതാണ്. a + b the whole raised to n. എക്സ്പാൻഷൻ എങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഇൻഡെക്സ് n ആണ്. n ആയതുകൊണ്ട് എക്സ്പാൻഷനിൽ എത്ര ടേംസ് ഉണ്ടാകണം? n + 1 ടേംസ് ഉണ്ടാകണം. ശരിയല്ലേ? n + 1 ടേംസ് ഉണ്ടാകണം. പിന്നീട് ഒരു കാര്യം കൂടെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എയുടെ പവർ ആദ്യം a raised to n ആണ്. അടുത്ത ടേമിൽ വരുമ്പോൾ a raised to n - 1 ആകും. അടുത്ത ടേം ആകുമ്പോൾ a raised to n - 2 ആകും. അങ്ങനെ ഡിക്രീസ് ചെയ്ത് ലാസ്റ്റ് ടേം ആകുമ്പോൾ a raised to 0 ആകും. അതുപോലെ ബിയുടെ പവർ ആദ്യം b raised to 0 ആണ്. പിന്നെ b raised to 1 ആകും. പിന്നെ b raised to 2 ആകും. അങ്ങനെ ലാസ്റ്റ് ടേം വരുമ്പോൾ b raised to n ആകും. ഇതിലൊന്നും ഒരു ചേഞ്ചും ഇല്ല. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച എക്സ്പാൻഷനിൽ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ ഒരു എക്സ്ട്രാ ഒരു കാര്യം വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ കോഎഫിഷ്യന്റിന്റെ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ പഠിച്ചു കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും. എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ എക്സ്പാൻഷൻ എന്താണ് തന്നിരിക്കുന്നത് നോക്കുക. NC0 പെർമിറ്റേഷൻ കോമ്പിനേഷനിൽ NC0 എന്ന് പറഞ്ഞാൽ 1 ആണ്. NCNന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേമിന്റെയും ലാസ്റ്റ് ടേമിന്റെയും കോഎഫിഷ്യന്റ് 1 ആയി കിട്ടിക്കഴിഞ്ഞു. NC0 സെക്കൻഡ് ടേം ആകുമ്പോൾ NC1, അടുത്തതാകുമ്പോൾ NC2, NC3, അങ്ങനെ ലാസ്റ്റ് ടേം ആകുമ്പോൾ NCN എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിന്റെ എക്സ്പാൻഷൻ പഠിക്കാൻ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. a + b the whole raised to n എന്ന് പറഞ്ഞാൽ NC0 a raised to n b raised to 0, NC1 a raised to n ആയിരുന്നു. ഇവിടെ വരുമ്പോൾ n - 1, അതനുസരിച്ച് ബിയുടെ പവർ കൂടും, b raised to 1. അടുത്ത ടേം NC2 a raised to n - 2, b raised to 1 ആയിരുന്നു. അടുത്ത ടേമിലേക്ക് വരുമ്പോൾ b raised to 2 ആകും. അങ്ങനെ ലാസ്റ്റ് ടേം വരുമ്പോൾ NCN a raised to 0 b raised to n ആകും. ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങളും ഈ എക്സ്പാൻഷൻ ഓർത്തിരിക്കാനുള്ള മാർഗ്ഗങ്ങളുമാണ് ഞാൻ പറയുന്നത്. NC0 എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേമിൽ നിന്ന് തന്നെ നമുക്ക് എയുടെയും ബിയുടെയും ഒക്കെ പവേഴ്സ് അല്ലെങ്കിൽ ഇൻഡെക്സ് എഴുതാൻ പറ്റും. NC0 എന്ന് പറയുമ്പോൾ a raised to n, അതായത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് N0. n - 0 ഈസ് n. പിന്നെ ഇവിടെ വരുന്നതാണ് ബിയുടെ പവർ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. NC0 ആയതുകൊണ്ട് b raised to 0 വരും. അടുത്ത ടേം നോക്കുക. NC1 ഞാൻ പറഞ്ഞു എയുടെ ഇൻഡെക്സ് ആയിട്ട് അല്ലെങ്കിൽ എയുടെ പവർ ആയിട്ട് വരുന്ന ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് n - 1. ബിയുടെ ഇൻഡെക്സ് ആയിട്ട് വരുന്ന ഇവിടെ വരുന്ന വാല്യൂ ഏതാണോ NC1 ആയതുകൊണ്ട് b raised to 1. അടുത്തത് പ്ലസ് NC2, അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എയുടെ പവർ എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് n - 2. b raised to 2, അതായത് ഇവിടെ ഏത് വാല്യൂ ആണ് വരുന്നത് അതായിരിക്കും ബിയുടെ പവർ ആയിട്ട് വരുന്നത്. ലാസ്റ്റ് ടേം വരുമ്പോൾ NCN, എയുടെ പവർ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് n - n, ദാറ്റ് ഈസ് 0. ഇവിടെ വരുന്ന നമ്പർ ആണ് ബിയുടെ ഇൻഡെക്സ് ആയിട്ട് വരുന്ന b raised to n. അപ്പൊ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ എളുപ്പമാണല്ലോ. അടുത്തൊരു എക്സാമ്പിൾ തന്നിരിക്കുന്നു നോക്കുക. എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുക x + 2 the whole raised to 6. x + 2 the whole raised to 6. അപ്പൊ നമുക്കറിയാം ഇൻഡെക്സ് 6 ആണ്. 6 ആയതുകൊണ്ട് എക്സ്പാൻഷനിൽ എത്ര ടേം ഉണ്ടാകണം? അതിനേക്കാൾ ഒന്ന് കൂടുതലായിരിക്കണം ടേംസിന്റെ എണ്ണം. 7 ടേംസ് ഉണ്ടാകണം. ഇനി നമുക്ക് ചിന്തിച്ചു നോക്കാം. ഫസ്റ്റ് x raised to 6 ആണ്, അപ്പോൾ 2 raised to 0 ആണ്. അടുത്ത ടേമിലേക്ക് വരുമ്പോൾ x raised to 5 ആകും, അപ്പോൾ 2 raised to 1 ആകും. x raised to 5 അടുത്ത ടേമിലേക്ക് പോകുമ്പോൾ x raised to 4 ആകും, അപ്പോൾ 2യുടെ പവർ ഒന്നുകൂടെ കൂടും, 2 raised to 2 ആകും. അടുത്ത ടേമിൽ x raised to 4 അടുത്തതിലേക്ക് വരുമ്പോൾ x raised to 3 ആകും, അതനുസരിച്ച് 2 raised to 3 ആകും. അടുത്ത x raised to 2 ആകും, അപ്പോൾ 2 raised to 4 ആകും.
അടുത്ത എക്സ് റേസ് ടു 1 ആകുമ്പോൾ 2 റേസ് ടു 5 ആകും. ലാസ്റ്റ് ടേം വരുമ്പോൾ എക്സ് റേസ് ടു 0 ആകും, 2 റേസ് ടു 6 ആകും. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ എക്സ് റേസ് ടു 6 ആണ്, 2 റേസ് ടു 0 ആണ്. ലാസ്റ്റ് ടേമിൽ വരുമ്പോൾ അത് തിരിഞ്ഞു വരും, എക്സ് റേസ് ടു 0, 2 റേസ് ടു 6. നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ഇത് ഓർത്തിരിക്കാം. ഇനി അതിന്റെ എക്സ്പാൻഷൻ നോക്കുക. ഫസ്റ്റ് ടേം NC0 ആയിരുന്നു, ഇവിടെ n ആയപ്പോൾ NC0 എന്ന് എടുത്തത്. അപ്പോൾ ഇവിടെ 6 ആകുമ്പോൾ 6C0. പിന്നെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ടേം എന്ന് പറയുന്നതിന്റെ പവർ ആയിട്ട് അല്ലെങ്കിൽ ഇൻഡെക്സ് ആയിട്ട് വരുന്ന ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഫസ്റ്റ് ടേം എക്സ് ആണ്, അപ്പൊ എക്സ് റേസ് ടു 6 മൈനസ് 0 ദാറ്റ് ഈസ് 6. അടുത്ത സെക്കൻഡ് ടേമിന്റെ ഇൻഡെക്സ് വരുന്നത് ഇവിടെ വരുന്ന നമ്പർ ഏതാണോ അതാ കൊടുക്കുന്നത്, ദാറ്റ് ഈസ് 2 റേസ് ടു 0 പ്ലസ് 6C0 കഴിഞ്ഞാൽ 6C1. വീണ്ടും നമുക്ക് ചിന്തിക്കാം, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആദ്യത്തെ ടേമിന്റെ പവർ ആയിട്ട് വരുന്നത്. ആദ്യത്തെ ടേം എക്സ് ആണ്, എക്സ് റേസ് ടു 6 മൈനസ് 1 ദാറ്റ് ഈസ് 5. 2 റേസ് ടു ഇവിടെ ഏതാണോ വരുന്നത് അതാണ് ഇൻഡെക്സ് ആയിട്ട് വരുന്നത്, 2 റേസ് ടു 1. നെക്സ്റ്റ് ടേം 6C2 ഇൻറ്റു എക്സ് റേസ് ടു, ഇത് തമ്മിലുള്ള ഡിഫറൻസ് 6 മൈനസ് 2 ദാറ്റ് ഈസ് 4 ഇൻറ്റു 2 റേസ് ടു ഇവിടെ ഏതാണോ നമ്പർ ആ നമ്പർ ഇവിടെ കൊടുക്കണം, 2 റേസ് ടു 2. അടുത്ത 6C3 ഇൻറ്റു എക്സ് ക്യൂബ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. 2 റേസ് ടു ഇവിടെ വാല്യൂ ആണ് ഇവിടെ കൊടുക്കേണ്ടത്, 2 റേസ് ടു 3. 6C4 ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു 2 റേസ് ടു 4 പ്ലസ് 6C5 ഇൻറ്റു എക്സ് റേസ് ടു 1 ഇൻറ്റു 2 റേസ് ടു 5 പ്ലസ് 6C6 ഇൻറ്റു എക്സ് റേസ് ടു ഇത് തമ്മിലുള്ള ഡിഫറൻസ് 6 മൈനസ് 6 അത് 0. പിന്നെ ഇവിടുത്തെ വാല്യൂ ആണ് 2ന്റെ ഇൻഡെക്സ് ആയിട്ട് എഴുതുന്നത്, 2 റേസ് ടു 6. 7 ടേം ഉണ്ടോ നോക്കുക, 7 ടേം ഉണ്ട്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഈ എക്സിന്റെയും 2ന്റെയും കൂടെ ഇൻഡെക്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ടേം തന്നെ കിട്ടണം, അതായത് 6 തന്നെ കിട്ടണം. 6 പ്ലസ് 0 6, 5 പ്ലസ് 1 6, 4 പ്ലസ് 2 6, 3 പ്ലസ് 3 6, 2 പ്ലസ് 4 6, 1 പ്ലസ് 5 6, 0 പ്ലസ് 6. ഇനി ഇതിനെ വീണ്ടും ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ 6C0യുടെ വാല്യൂയും 6C1ന്റെ വാല്യൂയും 6C2ന്റെ വാല്യൂ ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സ്പെഷ്യൽ കേസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ a പ്ലസ് ബി ദ ഹോൾ റേസ് ടു n എന്നുള്ള എക്സ്പാൻഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. a പ്ലസ് ബി ദ ഹോൾ റേസ് ടു n-ന്റെ എക്സ്പാൻഷൻ പഠിച്ചിട്ടുണ്ട്. ആ എയിലും ബിയിലും ചെറിയ ചേഞ്ചസ് വരുത്തുമ്പോഴാണ് സ്പെഷ്യൽ കേസ് കിട്ടുന്നത്. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന എക്ക് എക്സ് എന്ന് കൊടുക്കുക, ബിക്ക് -y എന്ന് കൊടുക്കുക. അപ്പോൾ a പ്ലസ് ബി ദ ഹോൾ റേസ് ടു n എന്നുള്ള എക്സ്പാൻഷൻ എന്തായിട്ട് മാറും, എയുടെ സ്ഥാനത്ത് എക്സും ബിയുടെ സ്ഥാനത്ത് -yയും കൊടുക്കുമ്പോൾ x മൈനസ് y ദ ഹോൾ റേസ് ടു n എന്ന് കിട്ടും. x മൈനസ് y ദ ഹോൾ റേസ് ടു n എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയെടുത്ത് എയുടെ സ്ഥാനത്തെല്ലാം എക്സും ബിയുടെ സ്ഥാനത്തെല്ലാം -5 ആണ് കൊടുക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് ആണ് വരുന്നത്, അതായത് x മൈനസ് y ദ ഹോൾ റേസ് ടു n ആണ് വരുന്നതെങ്കിൽ ഓൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് എഴുതാം. അതായത് ആദ്യത്തെ ടേം പോസിറ്റീവ്, രണ്ടാമത്തെ ടേം നെഗറ്റീവ്, മൂന്നാമത്തെ ടേം പോസിറ്റീവ്, അങ്ങനെയാണ് എഴുതേണ്ടത്. അതുകൊണ്ടാണ് ലാസ്റ്റ് ടേം എഴുതിയപ്പോൾ -1 റേസ് ടു n എന്നൊരു ടേം കൂടെ കൊടുത്തിരിക്കുന്നത്. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ മൈനസ് ആണ് വരുന്നത്, a പ്ലസ് ബി ദ ഹോൾ റേസ് ടു n-ലെ സെക്കൻഡ് ടേം നെഗറ്റീവ്, അതായത് x മൈനസ് y ദ ഹോൾ റേസ് ടു n ആയിട്ട് വരുവാണെങ്കിൽ ഫസ്റ്റ് ടേം പോസിറ്റീവ്, പിന്നത്തെ ടേം നെഗറ്റീവ്, അടുത്ത ടേം പോസിറ്റീവ്, അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ അതിന്റെ എക്സ്പാൻഷൻ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടോ? x മൈനസ് y ദ ഹോൾ റേസ് ടു n, ഞാൻ പറഞ്ഞു ഓൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുക. പിന്നെ ഫസ്റ്റ് ടേം നമ്മൾ എഴുതുന്നത് ഇവിടെ ഇൻഡെക്സ് n ആയതുകൊണ്ട് n+1 ടേംസ് ഉണ്ടാകും. ഫസ്റ്റ് ടേം എപ്പോഴും എഴുതുന്നത് NC0 എന്നാണ്, അതായത് ഇതിന്റെ ഇൻഡെക്സ് വെച്ചിട്ടാണ് എഴുതുന്നത് NC0. ഫസ്റ്റ് ടേമിന്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്, ദാറ്റ് ഈസ് n-0 n. അടുത്ത സെക്കൻഡ് ടേം y ആണ്, yയുടെ ഇൻഡെക്സ് ഇതിനെ ബേസ് ചെയ്താണ് എഴുതുന്നത്, അപ്പോൾ 0. അടുത്ത ടേം നെഗറ്റീവ് കൊടുക്കും, കാര്യം ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് -NC1 ഇൻറ്റു എക്സ് റേസ് ടു, എക്സിന്റെ ഇൻഡെക്സ് എഴുതുന്നത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് n-1 ഇൻറ്റു y റേസ് ടു, ഇവിടെ ഏതാണോ വാല്യൂ y റേസ് ടു 1 പ്ലസ്
NC2 x raised to ഇത് തമ്മിലുള്ള ഡിഫറൻസ് n മൈനസ് 2 y raised to ഇവിടെ വരുന്ന വാല്യൂ ഏതാണോ ആ വാല്യൂ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അതേ രീതിയിൽ നമുക്ക് എഴുതാമല്ലോ. അടുത്ത സ്പെഷ്യൽ കേസ് പറയുന്നത് എക്ക് 1 ഉം ബിക്ക് എക്സും കൊടുക്കുക. അതായത് ഇവിടെ എയുടെ സ്ഥാനത്ത് എക്സും ബിയുടെ സ്ഥാനത്ത് -5 വരുന്നു. ഇപ്പോൾ പറയുന്നത് അതേ എക്സ്പാൻഷനിൽ തന്നെ എക്ക് 1 ഉം ബിക്ക് എക്സും കൊടുക്കുക. അതായത് a പ്ലസ് ബി ദ ഹോൾ റേസ് ടു n എന്നുള്ള എയുടെ സ്ഥാനത്ത് 1 ഉം ബിയുടെ സ്ഥാനത്ത് എക്സും കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടും? 1 പ്ലസ് എക്സ് ദ ഹോൾ റേസ് ടു n എന്ന് കിട്ടും. 1 പ്ലസ് എക്സ് ദ ഹോൾ റേസ് ടു n. എക്സ്പാൻഷൻ എഴുതാൻ നമുക്ക് NC0 1 റേസ് ടു n. അതായത് ആദ്യം 1ന്റെ പവർ കുറഞ്ഞു വരും, എക്സിന്റെ പവർ കൂടി വരും. 1 റേസ് ടു n, അടുത്ത ടേം 1 റേസ് ടു n മൈനസ് 1, അടുത്ത ടേം 1 റേസ് ടു n മൈനസ് 2, ലാസ്റ്റ് ടേം വരുമ്പോൾ 1 റേസ് ടു 0 എന്ന് വരും. 1ന്റെ പവർ ഓരോന്ന് വീതം കുറയുന്നതനുസരിച്ച് എക്സിന്റെ പവർ അതുപോലെ തന്നെ 1 വീതം ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് എക്സ് റേസ് ടു 0 ആകും, സെക്കൻഡ് ടേം ആകുമ്പോൾ എക്സ് റേസ് ടു 1 ആകും, തേർഡ് ടേം ആകുമ്പോൾ എക്സ് റേസ് ടു 2 ആകും, ലാസ്റ്റ് ടേം ആകുമ്പോൾ എക്സ് റേസ് ടു n ആകും. കോഎഫിഷ്യന്റ് എഴുതുന്ന NC0, NC1, NC2, ലാസ്റ്റ് ടേം NCn. ഇനി നോക്കുക NC0 ഇൻറ്റു 1 റേസ് ടു n. 1ന്റെ പവർ എത്രയായാലും വാല്യൂ എത്രയായിരിക്കും? 1 തന്നെയാണ്. അപ്പോൾ ഇവിടെ 1 വരും. എക്സ് റേസ് ടു 0യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം NC0 ആയിട്ട് മാറും. പ്ലസ് NC1 ഇൻറ്റു 1 റേസ് ടു n മൈനസ് 1. 1 റേസ് ടു എത്ര വന്നാലും പവർ വന്നാലും 1 ആണ്. എക്സ് റേസ് ടു 1 ദാറ്റ് ഈസ് എക്സ്. അപ്പോൾ NC1 എക്സ് ആയി. പ്ലസ് NC2 ഇൻറ്റു 1 റേസ് ടു n മൈനസ് 2. വാല്യൂ ഈസ് 1. പറഞ്ഞല്ലോ 1ന്റെ വാല്യൂ പവർ എത്ര വന്നാലും വാല്യൂ 1 തന്നെയാണ്. 1 ഇൻറ്റു എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് NC2 എക്സ് സ്ക്വയർ എന്ന് വന്നു. NC3 എക്സ് ക്യൂബ്, അടുത്ത ടേം NC3 എക്സ് റേസ് ടു 4, ലാസ്റ്റ് ടേം പ്ലസ് NCn എക്സ് റേസ് ടു n എന്ന് കിട്ടും. ഈ റിസൾട്ട് ഒന്ന് ഓർത്തിരിക്കണം. ചിലപ്പോൾ ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പ്രൂവ് ദാറ്റ് 1 പ്ലസ് എക്സ് ദ ഹോൾ റേസ് ടു n ഈക്വൽ ടു NC0 പ്ലസ് NC1x പ്ലസ് NC2 എക്സ് സ്ക്വയർ പ്ലസ് NC3 എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര NCn എക്സ് റേസ് ടു n എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ 1 പ്ലസ് എക്സ് ദ ഹോൾ റേസ് ടു n എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ്. അതായത് a പ്ലസ് ബി ദ ഹോൾ റേസ് ടു n ലെ എക്ക് 1 ഉം ബിക്ക് എക്സും കൊടുത്ത് ചെയ്യുന്നതാണെന്ന് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. എന്നിട്ട് വെറുതെ വാല്യൂ കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതി. വളരെ എളുപ്പമാണ്. പക്ഷെ പെട്ടെന്ന് ക്വസ്റ്റ്യനകത്ത് പ്രൂവ് ദാറ്റ് 1 പ്ലസ് എക്സ് ദ ഹോൾ റേസ് ടു n ഈക്വൽ ടു NC0 പ്ലസ് NC1x പ്ലസ് NC2x സ്ക്വയർ പ്ലസ് NC3 എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര ലാസ്റ്റ് ടേം പ്ലസ് NCn എക്സ് റേസ് ടു n എന്ന് ചോദിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം. നെക്സ്റ്റ് റിസൾട്ട് ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് എക്സിന് 1 കൊടുക്കണം. അപ്പോൾ എന്ത് വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ നമ്മൾ എക്സിന് 1 കൊടുക്കുക, എക്ക് 1 കൊടുത്തു, അതുപോലെ തന്നെ എക്സിന് ഇവിടെ 1 കൊടുക്കുക. എക്സിന് ഇവിടെ 1 കൊടുക്കുമ്പോൾ ഈ ടേം എന്തായി പോവും? 1 പ്ലസ് 1 ആകും. ദാറ്റ് ഈസ് 2 റേസ് ടു n ആകും. ശരിയല്ലേ? അതിന്റെ എക്സ്പാൻഷൻ ഫോം ഇതാണ്. NC0 പ്ലസ് NC1x പ്ലസ് NC2 എക്സ് സ്ക്വയർ പ്ലസ് NC3 എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര NCn എക്സ് റേസ് ടു n ആണ്. ഇവിടെ എക്സിനും വാല്യൂ 1 കൊടുക്കാൻ പറഞ്ഞാൽ ഈ എക്സ്പാൻഷനിലുള്ള ഓരോ എക്സിന്റെ സ്ഥാനത്തും എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. അപ്പോൾ എന്ത് കിട്ടും? എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് 1 പ്ലസ് 1 ആകും. ദാറ്റ് ഈസ് 2 റേസ് ടു n ആകും. ഇവിടെ എന്തായി മാറും? NC0 പ്ലസ് NC1 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് 1 വരും. അപ്പോൾ NC1 ഇൻറ്റു 1 പ്ലസ് NC2 ഇൻറ്റു 1 സ്ക്വയർ, 1 സ്ക്വയർ ഈസ് 1 തന്നെയാണ്, പ്ലസ് NC3 ഇൻറ്റു 1 ക്യൂബ്, അപ്പോഴും 1 തന്നെയാണ് വാല്യൂ. ലാസ്റ്റ് ടേം പ്ലസ് NCn എക്സ് റേസ് ടു n. എക്സ് റേസ് ടു n എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ 1 റേസ് ടു n ആണ്. ദ വാല്യൂ ഈസ് 1. അപ്പോൾ ഇക്വേഷൻ എന്ത് കിട്ടും? 2 റേസ് ടു n ഇസ് ഈക്വൽ ടു NC0 പ്ലസ് NC1 പ്ലസ് NC2 പ്ലസ് NC3 പ്ലസ് എക്സെട്ര NCn എന്ന് കിട്ടും. കാര്യം എക്സ് ഉള്ളിടത്തെല്ലാം എന്ത് കൊടുക്കണം? 1 കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഇതേ ക്വസ്റ്റ്യൻ തന്നെ എക്ക് -1 ഉം ബിക്ക് -x ഉം കൊടുക്കുക. അപ്പോൾ 1 - x ദ ഹോൾ റേസ് ടു n ആകും. തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ ഇവിടെ എക്ക് 1 ഉം ബിക്ക് x ഉം അല്ലേ കൊടുത്തത്. ഇവിടെ എക്സിന് പകരം -x കൊടുക്കുക.
ഇതേ റിസൾട്ട് തന്നെയാണ് വരുന്നത്, പക്ഷേ എങ്കിൽ ഓൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് വരുമെന്ന് മാത്രം. അതിൻ്റെ ഒരു പർട്ടിക്കുലർ കേസ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എക്സിന് 1 കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഇക്വേഷനിൽ എക്സിന് 1 കൊടുക്കുമ്പോൾ 1 മൈനസ് 1 ദാറ്റ് ഇസ് 0. 0 റേസ് ടു n വാല്യൂ ഈസ് 0 ഈക്വൽ ടു nc0 മൈനസ് nc1 ഇൻറ്റു എക്സ്. എക്സിന് വാല്യൂ 1 കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഇവിടെ എക്സ് 1 ആകും, nc1 ആകും, പ്ലസ് nc2 ഇൻറ്റു 1 സ്ക്വയർ ദാറ്റ് ഈസ് nc2. ലാസ്റ്റ് ടേം പ്ലസ് എക്സെട്ര മൈനസ് 1 റേസ് ടു n ഇൻറ്റു ncn. അതായത് 1 പ്ലസ് എക്സ് ദ ഹോൾ റേസ് ടു എന്നും 1 മൈനസ് എക്സ് ദ ഹോൾ റേസ് ടു എന്നും ചെയ്തതിന് ശേഷം എക്സിന് 1 കൊടുക്കുക എന്നുള്ള വാല്യൂ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ ഈ ബോൾഡ് ചെയ്തിരിക്കുന്നത് 1 പ്ലസ് എക്സ് ദ ഹോൾ റേസ് ടു എന്നിൽ എക്സിന് 1 കൊടുത്തു. അടുത്തതിൽ ഈ ലാസ്റ്റ് ബോൾഡ് ചെയ്തിരിക്കുന്നതിൽ 1 മൈനസ് എക്സ് ദ ഹോൾ റേസ് ടു എന്നിൽ എക്സിന് 1 കൊടുക്കുന്നു. ആദ്യത്തിൽ എക്സിന് 1 കൊടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് 2 റേസ് ടു n ആകും. റൈറ്റ് സൈഡത്തെ എക്സ്പാൻഷൻ ശ്രദ്ധിക്കുക. അതേസമയം 1 മൈനസ് എക്സ് ദ ഹോൾ റേസ് ടു എന്നിൽ എക്സിന് 1 കൊടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് 0 ആകും. റൈറ്റ് സൈഡിലുള്ളത് ഇതിൻ്റെ എക്സ്പാൻഷൻ തന്നെയാണ്, പക്ഷേ സൈൻ ചേഞ്ച് വരും. ഓൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് വരുമെന്ന് മാത്രമേ ഉള്ളൂ. റിസൾട്ടുകൾ ചെയ്ത് നോക്കുക. നൗ എക്സ്പാൻഡ് എക്സ് സ്ക്വയർ പ്ലസ് 3/x ദ ഹോൾ റേസ് ടു 4. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചിന്തിക്കണം, ഇവിടുത്തെ ഇൻഡെക്സ് 4 ആണ്. ഇൻഡെക്സ് 4 ആയതുകൊണ്ട് നമുക്ക് എക്സ്പാൻഷനിൽ 5 ടേം വരും. പിന്നെ വേറെ നമുക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ ടേം എന്തായിരിക്കും? 4c0. അടുത്ത ടേമിലെ കോഎഫിഷ്യന്റ് 4c1. അടുത്ത ടേമിന്റെ കോഎഫിഷ്യന്റ് 4c2. അടുത്ത ടേമിന്റെ കോഎഫിഷ്യന്റ് 4c3. അടുത്ത ടേമിന്റെ 4c4. വീണ്ടും 4c5 എന്നൊന്നും പറഞ്ഞ് എഴുതരുത്. കാര്യം ഇവിടെ ഇത് രണ്ട് വാല്യൂ സെയിം ആയിട്ട് വരുവാണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തേക്കണം. ചിലർ ഇങ്ങനെ എഴുതി വരുമ്പോൾ അങ്ങ് എക്സ്പാൻഡ് ചെയ്ത് അങ്ങ് പോകും. 4c4 4c5 അങ്ങനെ ഒരു വാല്യൂ ഇല്ല, ഇവിടെ വരെ ഉള്ളൂ. അതായത് ഇവിടെ രണ്ട് സെയിം വാല്യൂസ് വരുവാണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക, അങ്ങനെ ഓർത്തിരിക്കുക. ഇനി എക്സ്പാൻഷൻ നോക്കുക. ആദ്യത്തെ ടേമിൽ എക്സ് സ്ക്വയർ ആണ്. അതിൻ്റെ ഇൻഡെക്സ് എന്തായിരിക്കും വരുന്നത്? ഫസ്റ്റ് ടേമിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. 4c0 ആയതുകൊണ്ട് 4ൻ്റെയും 0യുടെയും കൂടെ ഡിഫറൻസ് 4. അപ്പോൾ എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 4 എന്ന് വന്നു. അടുത്ത ടേമിൽ എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3 ഒന്ന് കുറയണം. അടുത്ത ടേമിൽ എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 2. അടുത്തതിൽ എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 1. ലാസ്റ്റ് ടേം വരുമ്പോൾ എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 0. ഇതിന്റെ പവർ 1 വീതം കുറഞ്ഞു വരുവാണ് ഫസ്റ്റ് ടേം ആയ എക്സ് സ്ക്വയറിന്റെ. അതനുസരിച്ച് സെക്കൻഡ് ടേം ആയ 3/xന്റെ പവർ 1 വീതം കൂടി വരും. ദാറ്റ് ഈസ് ആദ്യത്തെ ടേമിന്റെ 3/x ദ ഹോൾ റേസ് ടു 0. അതായത് ഇവിടെ വരുന്ന വാല്യൂ ആണ് ബിയുടെ പവർ ആയിട്ട് കൊടുക്കേണ്ടത്. 4c1 ആയതുകൊണ്ട് ഇവിടുത്തെ ബിയുടെ വാല്യൂ 3/xന്റെ പവർ അല്ലെങ്കിൽ ഇൻഡെക്സ് ആയിട്ട് 1 വരണം. അടുത്ത 3/x ദ ഹോൾ സ്ക്വയർ 1 വീതം കൂടി പോവുക. അടുത്ത ടേമിൽ 3/x ദ ഹോൾ ക്യൂബ്. ലാസ്റ്റ് ടേമിൽ 3/x ദ ഹോൾ റേസ് ടു 4. അപ്പോൾ എയുടെ ഫസ്റ്റ് ടേം ആയ എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എയുടെ പവർ ഡിക്രീസ് ചെയ്ത് വരും. അതനുസരിച്ച് ബിയുടെ പവർ, ബി എന്ന് പറഞ്ഞാൽ ഇവിടെ 3/xന്റെ പവർ ഇൻക്രീസ് ചെയ്ത് വരും. രണ്ട് ടേമുകളുടെയും കൂടെ ഇൻഡെക്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടുത്തെ 4 തന്നെ കിട്ടണം. അതാണ്ട് 4 + 0 4, 3 + 1 4, 2 + 2 4, 1 + 3 4, 0 + 4 4 കിട്ടും. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതി. 4c0യുടെ വാല്യൂ 1 ആണ്. എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 4. എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ a റേസ് ടു m ദ ഹോൾ റേസ് ടു n. a റേസ് ടു mn ആണ്. അപ്പോൾ ഇവിടെ m ന്റെ സ്ഥാനത്ത് 2, n ന്റെ സ്ഥാനത്ത് 4. അപ്പോൾ ഇക്വേഷൻ x റേസ് ടു 2 × 4 ദാറ്റ് ഈസ് x റേസ് ടു 8 ഇൻറ്റു 3/x ദ ഹോൾ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ ഇൻഡെക്സ് 0 വന്നു കഴിഞ്ഞാലും വാല്യൂ 1 ആണ്. പ്ലസ് 4c1ന്റെ വാല്യൂ 4 തന്നെയാണ്. 4 ഇൻറ്റു എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3. നമ്മൾ നേരത്തെ പഠിച്ച ഇൻഡെക്സിന്റെ റൂൾ തന്നെയാണ് ചെയ്യേണ്ടത്. a റേസ് ടു m ദ ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ a റേസ് ടു mn. അതനുസരിച്ച് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3 എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ x റേസ് ടു 2 × 3 ദാറ്റ് ഈസ് x റേസ് ടു 6 ഇൻറ്റു 3/x ദ ഹോൾ റേസ് ടു 1 എന്ന് വെച്ചാൽ 3/x തന്നെയാണ്. പ്ലസ് 4c2 ദ വാല്യൂ ഓഫ് 4c2 ഈസ് 6 ഇൻറ്റു എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. വീണ്ടും 2 × 2 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ x റേസ് ടു 4 എന്ന് കിട്ടും. 3/x ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 3യുടെ സ്ക്വയർ എടുക്കണം, എക്സിൻ്റെയും സ്ക്വയർ എടുക്കണം. 3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9,
എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ. അപ്പോൾ 9/x² എന്ന് കിട്ടി. നെക്സ്റ്റ് ടേം 4c3. ദ വാല്യൂ ഓഫ് 4c3 ഈസ് 4c1 തന്നെയാണ്. 4c1 എന്ന് പറഞ്ഞാൽ 4 ആണ് വാല്യൂ. 4 ഇൻറ്റു x² റേസ് ടു 1, ദാറ്റ് ഈസ് 2 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ x² തന്നെ വരും, ഇൻറ്റു 3/x ദ ഹോൾ ക്യൂബ്. 3/x ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 3യുടെ ക്യൂബ് എടുക്കണം, എക്സിൻ്റെ ക്യൂബ് എടുക്കണം. 3യുടെ ക്യൂബ് 27, എക്സിൻ്റെ ക്യൂബ് x³. അപ്പം 27/x³ എന്ന് കിട്ടി. പ്ലസ് 4c4, വാല്യൂ ഓഫ് 4c4 ഈസ് 1 ഇൻറ്റു x² റേസ് ടു 0, ദാറ്റ് ഈസ് x റേസ് ടു 0 എന്ന് വരും. 2 ഇൻറ്റു 0 0 ആവും, x റേസ് ടു 0 ആവും. x റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ ഇൻഡെക്സ് 0 വന്നു കഴിഞ്ഞാലും 1 ആണ്. അപ്പം 1 കിട്ടി. ഇൻറ്റു 3/x ദ ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 3 റേസ് ടു 4 ബൈ x റേസ് ടു 4. 3 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 81 ബൈ x റേസ് ടു 4. ഇനി ഇതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. 1 ഇൻറ്റു x റേസ് ടു 8 ഇൻറ്റു 1, അത് x റേസ് ടു 8 ആണ്. 4 ഇൻറ്റു x റേസ് ടു 6 ഇൻറ്റു 3/6. അപ്പോൾ നമ്പേഴ്സ് നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. 4 ഇൻറ്റു 3 12, x റേസ് ടു 6 ബൈ x. അപ്പോൾ ഒരു x ക്യാൻസൽ ചെയ്യും, ബാക്കി x റേസ് ടു 5 വരും. പ്ലസ് 6 ഇൻറ്റു 9 54, x റേസ് ടു 4 ബൈ x². അപ്പോൾ x² ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ക്യാൻസൽ ചെയ്യും, ബാക്കി ഒരു x² ന്യൂമറേറ്ററിൽ വരും. പ്ലസ് 4 ഇൻറ്റു 27, ദാറ്റ് ഈസ് 108, x² ബൈ x³. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു x² വീതം ക്യാൻസൽ ആകും, ബാക്കി ഡിനോമിനേറ്ററിൽ ഒരു x വരും, ദാറ്റ് ഈസ് 108/x. പ്ലസ് ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 81/x⁴ എന്നാണ്. നെക്സ്റ്റ് ലാസ്റ്റ് പ്രോബ്ലം, കമ്പ്യൂട്ട് 98/5. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ കാൽക്കുലേറ്ററിനകത്ത് 98/5 ഒക്കെ ചെയ്തെടുക്കാം. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. യൂസിങ് ബൈനോമിയൽ തിയറം വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് 98/5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 98/5 നമുക്ക് അടിച്ചു വെച്ചിട്ടുള്ള ഇക്വേഷൻ a + b ദ ഹോൾ റേസ് ടു n എന്നുള്ളതാണ്. അതുമായിട്ട് ഇതിനെ റിലേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഡെക്സ് ഇവിടെ 5 ആണ്. ഇനി ഈ 98നെ നമുക്ക് പെട്ടെന്ന് മാനുവൽ കാൽക്കുലേഷൻ എളുപ്പത്തിലുള്ള വാല്യൂ ആയിട്ട് റിലേറ്റ് ചെയ്യും. അപ്പോൾ 98നെ നമുക്ക് 100 - 2 എന്ന് എഴുതാം. ശരിയല്ലേ? 100 - 2. അപ്പോൾ 98/5 can be written as 100 - 2 the whole raised to 5. Again, ഇതെന്തായി മാറിയത്? ബൈനോമിയൽ തിയറത്തിന്റെ ഫോമായി മാറി. a + b the whole raised to n. ഇവിടെ മൈനസ് വന്നു എന്നുള്ളൂ. മൈനസ് വരുമ്പോൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് അത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ടത് സിംപ്ലിഫൈ ചെയ്യണം. (98/5) that can be written as 100 - 2 the whole raised to 5. അപ്പോൾ ഇവിടെ ഇൻഡെക്സ് 5 ആയതുകൊണ്ട് നമുക്ക് എക്സ്പാൻഷനിൽ 6 ടേം ഉണ്ടാകാം. പിന്നെ ഇവിടെ മൈനസ് വരുന്നതുകൊണ്ട് ഓൾട്ടർനേറ്റ് പ്ലസും മൈനസ് വരും. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ബാക്കി കാൽക്കുലേഷൻ ഒക്കെ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ഫസ്റ്റ് ടേം 5c0, സെക്കൻഡ് ടേം -5c1, തേർഡ് ടേം +5c2, അടുത്തത് -5c3 +5c4 -5c5. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ടേമും കംപ്ലീറ്റ് ചെയ്ത് തന്നെ എഴുതി പോകാം, അത് പ്രശ്നമില്ല. അടുത്ത 100/5, അടുത്ത ടേമിലേക്ക് വരുമ്പോൾ 100/4, അടുത്ത ടേം വരുമ്പോൾ 100/3, അടുത്ത 100/2, അടുത്ത 100/1, ലാസ്റ്റ് ടേം 100/0. ഇനി സെക്കൻഡ് ടേം, അതായത് ബിയുടെ എക്സ്പാൻഷൻ എങ്ങനെ എഴുതുന്നത്? ബിയുടെ പവർ എങ്ങനെ? ആദ്യത്തെ 2/0, പിന്നീട് 2/1, പിന്നീട് 2/2, പിന്നീട് 2/3, 2/4, 2/5. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് എഴുതാം. അതല്ലെന്നുണ്ടെങ്കിൽ 5c0 ഇൻറ്റു, ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫസ്റ്റ് ടേമിന്റെ പവർ ആയിട്ട് എഴുതേണ്ടത്. 5 - 0 ദാറ്റ് ഈസ് 5. ഫസ്റ്റ് ടേം 100 ആണ്, 100/5 ഇൻറ്റു 2/2. ഇവിടെ വരുന്ന വാല്യൂ ആണ് സെക്കൻഡ് ടേമിന്റെ പവർ അല്ലെങ്കിൽ ഇൻഡെക്സ് ആയിട്ട് വരുന്നത് 2/0 മൈനസ് 5c0 കഴിഞ്ഞാൽ 5c1, അടുത്ത 7, അതായത് 100/5
5 minus 1 ഇത് തമ്മിലുള്ള ഡിഫറൻസ് that is 4 into 2 raised to ഇവിടുത്തെ വാല്യൂ 1 plus 5c2 into 100 raised to ഇതിന്റെ ഡിഫറൻസ് 5 minus 2 that is 3 into 2 raised to ഇവിടുത്തെ വാല്യൂ 2 raised to 2 minus 5c3 into 100 raised to 2 raised to 3 plus 5c4 into 100 raised to 5 minus 4 that is 1 അതാണ് 100 raised to 1 into 2 raised to ഇവിടുത്തെ വാല്യൂ കൊടുക്കുക 2 raised to 4 ആയിട്ട് കൊടുക്കുക ലാസ്റ്റ് ടേം 5c5 minus 5c5 100 raised to 0 വരുന്നത് എങ്ങനെയാണെന്ന് അറിയാൽ ഈ 5ഉം 5ഉം കൊണ്ടുള്ള മൈനസ് വാല്യൂ ആണ് എപ്പോഴും ഇവിടെ കൊടുക്കേണ്ടത് ഇനി ഇവിടെ വരുന്ന വാല്യൂ ആണ് രണ്ടിന്റെ ഇൻഡെക്സ് ആയിട്ട് എഴുതുന്നത് ഇനി കാൽക്കുലേഷൻ നമുക്കറിയാം 5c0യുടെ വാല്യൂ 1 ആണ് 100 raised to 5 അതാണ് ഈ എഴുതിയിരിക്കുന്ന വാല്യൂ 2 raised to 0യുടെ വാല്യൂ 1 ആണ് മൈനസ് 5c1ന്റെ വാല്യൂ 5 into 100 raised to 4 അതായത് 100 into 100 into 100 into 100 അപ്പൊ എത്ര സീറോസ് വരും നോക്കുക 8 സീറോസ് into 2 raised to 1 ആകുമ്പോൾ into 2 plus 5c2ന്റെ വാല്യൂ 10 into 100 raised to 3 അപ്പോൾ 100 raised to 3 എന്ന് പറഞ്ഞാൽ 100 into 100 into 100 അപ്പോൾ എത്ര സീറോ വരും നോക്കാം 6 സീറോസ് 2 4 6 സീറോസ് ഓക്കെ into 2 raised to 4 ന്റെ വാല്യൂ 4 മൈനസ് 5c3 എന്ന് പറഞ്ഞാൽ വാല്യൂ 10 ആണ് that is minus 10 into 100 raised to 2 എന്ന് പറഞ്ഞാൽ 100 into 100 ഇതെവിടെ എഴുതിയിട്ടുണ്ട് 10,000 into 2 raised to 3യുടെ വാല്യൂ into 8 എന്ന് കൊടുത്തു പ്ലസ് 5c4 എന്ന് പറഞ്ഞ വാല്യൂ 5 ആണ് 5 into 100 raised to 1 എന്ന് വെച്ചാൽ 100 into 2 raised to 4 എന്ന് പറഞ്ഞാൽ വാല്യൂ 16 മൈനസ് 5c5ന്റെ വാല്യൂ 1 ആണ് 1 into 100 raised to 0 അതിന്റെ വാല്യൂ 1 ആണ് into 2 raised to 5 എന്ന് പറഞ്ഞാൽ 32 ആണ് ഈ വാല്യൂസ് എല്ലാം കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് എഴുതിയിരിക്കുന്നത് 9039207968 ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇതുപോലുള്ള പ്രോബ്ലംസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ